ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 3 കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ എടുക്കുന്നത്. 3 കാർഡ് എന്നിവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നാണ്. ആകാശിക് റെക്കോർഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും, കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ. കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആകാശിക് റെക്കോർഡിങ്സിലൂടെ അവിടെ നിന്നെടുക്കുന്ന ഡിവൈൻ സന്ദേശങ്ങൾ ആണ്, കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാനിവിടെ തരുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ കാർഡ് എടുത്തിരിക്കുന്നത് പാസ്റ്റാണ്. എന്താണ് പാസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് കർമ്മ എന്താണ്, പാസ്റ്റിലുള്ള നമ്മുടെ കർമ്മം എന്തായിരുന്നു, അതായത് ദ റോഡ്. നിങ്ങളുടെ ആത്മാവ് മുൻ ജന്മങ്ങളിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് കൊണ്ടുവന്ന പ്രധാന പാഠം അല്ലെങ്കിൽ കർമ്മം എന്താണ് എന്നാണ് നമ്മളുടെ ചോദ്യം. ഇതൊരു പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിൻ്റെയോ പ്രശ്നങ്ങളുടെയോ കാരണം മനസ്സിലാക്കാനും സഹായിക്കും എന്ന് ഇവിടെ നമുക്ക് പറയേണ്ടി വരുന്നു. നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നു 10 ഓഫ് സ്വോർഡ്സ് എന്നാണ്. 10 ഓഫ് സ്വോർഡ്സിൻ്റെ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കർമ്മത്തിൻ്റെ കാർഡാണ്. 10 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ജോലി ഭാരമാണ്. വളരെയധികം ജോലി ഭാരം ചെയ്ത് തളർന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു എനർജി ആണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല, അല്ലെ ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ജോലി ഭാരത്താൽ തളർന്നിട്ട് തലച്ചായ്ക്കാൻ പോലും നിങ്ങൾക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും വളരെയധികം വിഷമിച്ച് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ച് കിട്ടിയ ഒരു ഭൂതകാലം നിങ്ങൾക്കുണ്ട് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വല്ലാതെ കൊതിച്ചിരുന്നു എന്നാണ്. അതായത് ജോലി കൊണ്ട് മടുത്തിട്ട് നമുക്ക് എപ്പോഴും ഈ ഫുൾ ടൈം ജോലി അല്ലേ, അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിനൊന്നും സാധിക്കാത്ത ഒരു അവസരമാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു നിലയില്ലാ കയത്തിലായിരുന്നു. അന്ന് നിങ്ങളെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് കർമ്മ കാർഡാണ്. കർമ്മ എന്ന് പറഞ്ഞാൽ ജോലി ഭാരം ആണ് കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ചോദിക്കുന്നു, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിലൂടെ ആകാശിക് റെക്കോർഡ്സ് എനിക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇത് നിലവിലെ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്? പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്ന പുസ്തകം പോലെ വന്നു ചേരുന്നു എന്നാണ്. ഐശ്വര്യം, അവസരങ്ങൾ, സാമ്പത്തിക ഭദ്രത എല്ലാം യൂണിവേഴ്സിൽ നിന്ന് പച്ച വെളിച്ചം കാണിച്ചു തന്നിരിക്കുന്നു. കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. സാമ്പത്തിക ഭദ്രത ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് വളരെ കാലമായി, എങ്കിലും ആഗ്രഹിച്ച പോലുള്ള ഒന്നും വന്നു ചേർന്നിരുന്നില്ല. അത് ഒരു ആശങ്കയായി നിങ്ങളുടെ മനസ്സിൽ കിടന്നിരുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, കാര്യങ്ങൾ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് പോകുന്നത്. എങ്കിലും എപ്പോഴും ഒരു വിഷമമുണ്ടായിരുന്നു. എൻ്റെ ചുറ്റിലുമുള്ള ആളുകൾ വളരെ ഭംഗിയായി സാമ്പത്തിക ഭദ്രത നേടുമ്പോഴെല്ലാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ വല്ലാതെ ആകുലപ്പെടുത്തിയിരുന്നു എന്നാണ്. എന്നാൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നടന്നിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും അത് നിങ്ങളുടെ മുൻപിൽ എത്തിച്ചേരും. അതൊരു ദൈവാധീനം കൂടിയാണ്. കഴിഞ്ഞ ജന്മങ്ങളിലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ജന്മം നിങ്ങൾക്ക് ജോലി ഭാരം എന്ന് പറയാനില്ല, എങ്കിലും ഉണ്ട്, ജോലി ഉണ്ട്. അതായത് ഒരു ഉത്തരവാദിത്തങ്ങളാണ് കൂടുതലുള്ളത്. കഴിഞ്ഞ ജന്മത്തിൽ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന ഒരാളാണ്. ഉത്തരവാദിത്തങ്ങളും ജോലി ഭാരവും കൊണ്ട് ക്ഷീണിതയായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തങ്ങളുണ്ട്. എപ്പോഴും ജീവിതത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്. നിങ്ങൾ പണ്ടത്തേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കുന്നു. കഴിഞ്ഞ പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ബെറ്റർ ആയിരിക്കുന്നു എന്നാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സിൽ നിന്നൊരു പച്ച വെളിച്ചം പോലെയാണ് നമുക്കിപ്പോൾ ഈ കാർഡ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിരുന്നു ഈ കിട്ടാത്തത് എന്തും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ്. ഇന്ന് നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾക്കതൊരു ഡ്രീം ആയിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ അതിനെ അനുഭവിക്കാൻ പോകുന്നു. പുതിയ സന്തോഷങ്ങൾ, സംതൃപ്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് നമുക്കിവിടെ കാർഡ് കാണിച്ചു തരുന്നത്. അതായത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ്, ഹെൽത്ത് ആൻഡ് ഗ്രൗണ്ടിങ് ആക്ഷൻ എന്നിവ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ വിഷയങ്ങളുണ്ട് എന്ന് കാണിക്കുന്നു. ആ ആരോഗ്യ വിഷയങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും റെസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റായിപ്പോയി എന്നുള്ളതാണ് ഈ ജന്മം. അതായത് ഒരുപാട് ആരോഗ്യ വിഷയങ്ങളാൽ വലയുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ജോലി ഭാരത്തേക്കാൾ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ജോലി ഭാരത്തേക്കാൾ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇനി മൂന്നാമത്തെ കാർഡ് ഫ്യൂച്ചറാണ്. അതായത് ആത്മീയ ദൗത്യം എന്താണ്, നമ്മുടെ ഒരു സോൾസിൻ്റെ പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ആ പാത്ത് എന്താണ്, എൻ്റെ ആത്മാവിൻ്റെ ഉന്നതമായ വളർച്ചയ്ക്കായി ഞാനിപ്പോൾ സ്വീകരിക്കേണ്ട അടുത്ത പടി എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വ്യക്തമായ വഴി കാണിച്ചു തരും എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നമുക്ക് മൂന്നാമത്തെ കാർഡ് ഫ്യൂച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് വാൻസ് എന്ന കാർഡാണ്. ആസൂത്രണത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ഭാവി ആസൂത്രണം, തീരുമാനമെടുക്കൽ, പുതിയ അവസരങ്ങൾ, വിലയിരുത്തൽ, ലോകത്തെ നിങ്ങളുടെ കൈകളിൽ പിടിച്ച് പുതിയതും ധീരവും വിജയകരവുമായ ഒരു ഭാവി പിന്തുടരാൻ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വഴിത്തിരിവിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതുവരെ ഞാൻ ജീവിച്ചിരുന്നത് ഒരു കംഫർട്ട് സോണിലാണ്. നമ്മളുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യപരമായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് റെസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ജന്മങ്ങളിൽ അതുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പാസ്റ്റിൽ അതുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതങ്ങനെയാണ്. എന്നാൽ ഇപ്പോൾ ഇതൊന്നും പോരാ എനിക്ക് എന്ന് നിങ്ങൾ മനസ്സിനെ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് എൻ്റേതായ ഒരു വലിയ ലോകം വേറെയുണ്ട്, അതിനെ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള ഈ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും ഞാൻ പുറത്ത് കടക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇത് മുൻകൈയെടുത്ത് മുന്നോട്ട് ചിന്തിക്കുന്ന തന്ത്രപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ആസൂത്രണം ചെയ്യുന്ന ഒരു കാർഡാണ് നമുക്കിത് ഉള്ളത്. എന്നാൽ നിങ്ങൾ നടപടി എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധാപൂർവമായ ആസൂത്രണവും ആവശ്യമാണ് എന്ന് കാണിക്കുന്നുണ്ട്. ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിനും വ്യക്തിപരമോ തൊഴിൽപരമോ ആയ വളർച്ചയ്ക്കുള്ള പാത കണ്ടെത്തുന്നതിനും ഉള്ള സമയമാണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ഇവിടെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പരീക്ഷണങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു തടസ്സം പോലെ മറ്റേതെങ്കിലും ഒരു വിഷയം, ഒരു പക്ഷേ അത് ഇമോഷണൽ ആയിരിക്കാം, ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷനാകാം, അതുപോലെ എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. അത് ഒരു പരീക്ഷണമാണ്, ഡിവൈൻ്റെ പരീക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഒരു കംഫർട്ട് സോണിൽ, ഇപ്പോഴുള്ള കംഫർട്ട് സോണിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന ആ വിശാലമായ ലോകത്തേക്ക് എനിക്ക് ചിറകടിച്ച് പറന്നു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഒരു പരീക്ഷണം വന്നു ചേരുന്നു. അപ്പോൾ ഒരു ഫീലിങ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ, ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയാം, നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള, നമ്മളെ ഇങ്ങനെ തളർത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒന്ന് നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അവിടെ നമ്മൾ വീണുപോയാൽ ഡിവൈൻ്റെ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ തോറ്റുപോയിരിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് തരാനുള്ള പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു, നമുക്ക് പ്രസൻറ്റിൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കത് തരാൻ നിൽക്കുകയാണ്. അത് വാങ്ങിയെടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ഡിവൈൻ്റെ പരീക്ഷണമാണ്. ഇതിനെ അതിജീവിക്കണം. കാരണം നിങ്ങളിതിന് പ്രാപ്തനാണോ എന്ന് ഡിവൈൻ നിങ്ങളെ പരീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് തന്നാൽ ഇത് വിജയിപ്പിക്കാൻ കഴിയുമോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വത്തായിരിക്കാം,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നവൻ അതിന് പ്രാപ്തി ഉണ്ടോ എന്ന് കൂടി നമ്മൾ പേരൻസ് ശ്രദ്ധിക്കും അല്ലേ? അല്ലെങ്കിൽ അത് തരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കരിയർ ആണെങ്കിൽ ശരി, നിങ്ങളുടെ ഒരു ജോലി നിങ്ങളെ ഏൽപ്പിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക്, അതിന് പ്രൊമോഷൻ എന്നൊക്കെ പറയാം നമുക്ക്, നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ എന്നുള്ള ആ ഒരു ഒരു നടപടി അവിടെ ഉണ്ടാവും അല്ലേ? അതിനുള്ള പ്രാപ്തിയുണ്ട്. അതിനാണ് നമ്മളൊരു ചില പരീക്ഷകളൊക്കെ നമ്മൾ പാസ്സാകേണ്ടിയിരിക്കുന്നു എന്ന പോലെ ഇവിടെയും നമുക്ക് തരുന്ന ചില പരീക്ഷകളാണിതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരീക്ഷകളിൽ നമ്മൾ വിജയിക്കുമ്പോൾ മാത്രമാണ് ഡിവൈൻ നമുക്കിതെല്ലാം എത്തിച്ചു തരുന്നത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് കിട്ടാനുള്ള ആ പ്രോസ്പെരിറ്റിയെ നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വെച്ചിട്ട് അതിനെ ബന്ധിക്കുന്നത്. കാരണം നമുക്ക് തരാൻ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, നമുക്കത് കൊണ്ടുപോകാൻ പ്രാപ്തിയില്ല എന്നിവിടെ നമ്മൾ തെളിയിക്കുകയാണ് അപ്പോൾ ചെയ്തത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, ഇമോഷൻസ്, ഫീലിങ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുവെങ്കിൽ അതിനെ കട്ട് ചെയ്യുവാൻ നിങ്ങൾ വളരെ ഹൃദയം ഒരുക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി നമുക്കിവിടെ പറയണം എന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ സന്ദേശം. അത് ഞാനിവിടെ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ 2-3 ദിവസമായി ഞാൻ ആകാശിക് റെക്കോർഡിങ്ങിൻ്റെ ആ ഒരു പാത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് എനിക്ക് റീഡിങ് ഇടാൻ തോന്നിയിരുന്നില്ല എന്നതും ഒരു സത്യമാണ്. കാരണം അത് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശിക് റെക്കോർഡിങ്സ്, എനിക്കതറിയണം. നമുക്ക് ആ റെക്കോർഡിങ്സ് കൃത്യമാണെന്ന് എനിക്കറിയാം. അത് കൃത്യമാണ്. ആ കൃത്യമായ റീഡിങ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഞാനും അതിനെ കണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ചൊന്ന് ഒരു മന്ദഗതിയിലായിരുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. കാരണം ഇന്ന് എടുത്തിരിക്കുന്ന ഈ എനർജി കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. പക്ഷേ വരും കാലങ്ങളിൽ നിങ്ങളുടെ റെസൊണേറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് വരും എന്നുള്ളതും കൂടി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫിനാൻസിൻ്റെ കാര്യമാവട്ടെ, മണി റിലേറ്റഡ് കാര്യങ്ങളാവട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവട്ടെ, ലവ് ആകട്ടെ, എന്ത് കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ശരി, പേഴ്സണൽ റീഡിങ്ങിലൂടെ നമുക്ക് വ്യക്തമായി ആകാശിക് റെക്കോർഡിങ്സിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും എന്ന് ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടി ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ ഹൈപ്പ് ചെയ്യണം. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തന്നെ. കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആ ഹയർ സെൽഫിലേക്ക് പോവുകയാണ്, കുതിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ കൂടെ വേണം. കാരണം എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ നിങ്ങളുടെ മനസ്സും എൻ്റെ ഒപ്പം ഇരിക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.